നമ്മളിന്ന് ഫ്രീഡം വീൽ ചെയറിൻ്റെ ബാറ്ററി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളുടെ വീൽ ചെയറിനകത്ത് ചാർജിങ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീൽ ചെയർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ആവുക അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതും ഈ ഭാഗങ്ങൾ തന്നെയാണ്. ബാറ്ററിയുമായിട്ട് വീൽ ചെയറിനെ ബന്ധിപ്പിക്കുന്ന ആ കണക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വാറണ്ടി കാർഡാണ്. എക്സൈഡിൻ്റെ ഏത് ഷോറൂമിൽ പോയാലും നമുക്ക് 1 വർഷത്തെ വാറണ്ടി ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടും. എന്തെങ്കിലും ബാറ്ററി കംപ്ലൈൻറ്റ് വന്നാൽ 1 വർഷത്തേക്ക് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് വാറണ്ടി കിട്ടും. ഇത് 2 ഉണ്ടാവും, 2 ബാറ്ററിയാണ് ഇത് വരുന്നത്. ഇത് ബാറ്ററി നമ്മൾ വീൽ ചെയറിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ നെറ്റ് ബോൾട്ടാണ്. ഇതാണ് ബാറ്ററി. ഇത് എക്സൈഡിൻ്റെ 12 വോൾട്ട് 18 എച്ചിൻ്റെ 2 ബാറ്ററിയാണ് വരിക. അപ്പോൾ ഇതാണ് വീൽ ചെയറും ബാറ്ററിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സാധനം. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഫിറ്റ് ചെയ്യണം. ബാറ്ററിയിൽ റെഡ് വരുന്ന ഭാഗത്ത് റെഡ് വയറും ബ്ലാക്ക് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് വയറും തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഫീസ് ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ബാറ്ററിയും വീൽ ചെയറുമായിട്ട് നമ്മൾ പ്ലഗ് ചെയ്യുന്ന പ്ലഗ്. ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാതെ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പ്ലഗ് ചെയ്യാനായിട്ട്. ബാറ്ററി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ടൂളുകൾ ആവശ്യമുണ്ട്, സ്പാനർ ആവശ്യമുണ്ട്. അത് നമ്മൾ ഏകദേശം എല്ലാ സ്പാനറും കയ്യിൽ കരുതുക, നമുക്ക് ആവശ്യമുള്ള എടുക്കാമല്ലോ. ഇത് 8R ഒരു സ്പാനറും അതുപോലെ ഒരു മങ്കി സ്പാനർ അല്ലെങ്കിൽ 8R 2 സ്പാനർ, ഇതാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ബാറ്ററിയിലുള്ള ഈ ടോപ്പ് ഊരി ഒഴിവാക്കുക. അതിനുശേഷം ഇതിൻ്റെ റെഡ് വയറും ബ്ലാക്ക് വയറും നോക്കുക. ഇതിൽ റെഡും ബ്ലാക്കും വരുന്നുണ്ട്. അപ്പോൾ അത് മാറാതെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ആദ്യം ഈ നെട്ടും ബോൾട്ടുള്ള ബാഗ് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതാണ് നെറ്റ് ബോൾട്ട് കേട്ടോ. ഇത് നമ്മൾ ഊരെടുക്കുക. ആദ്യം ഈ ടോപ്പ് ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുക, കറക്റ്റ് അല്ല. അങ്ങനെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. ഈ റെഡ് വയറ് ഇങ്ങനെയും ബ്ലാക്ക് വയറ് ഇവിടെയാണ് വരിക. അപ്പോൾ ഈ ബോക്സിലേക്ക് കറക്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അത് ഞാനിതിൻ്റെ ബ്ലാക്ക് വയറ് ഇങ്ങോട്ട് വലിച്ചു. അതിനുശേഷം അതിൻ്റെ ഈ ടോപ്പൊന്ന് താഴേക്ക് നീക്കി വെച്ചു. ഇനി ഈ വശത്തു നിന്ന് ഇങ്ങോട്ടാണ് ഇതുണ്ട്. കാരണം ഈ ബാറ്ററി നമ്മൾ പിടിപ്പിക്കുന്ന ഭാഗം വളച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ നെറ്റ് ഇട്ടിട്ടതിന് ശേഷം ഇതിൽ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു വാഷറും അതിൻ്റെ ബോൾട്ടും കൂടി ഇപ്പുറത്തുനിന്ന് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡ് വയർ എടുത്തിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ 2 വയറും ഇപ്പോൾ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ടൈറ്റ് ചെയ്യണം. അതിനായിട്ടാണ് നമുക്ക് ഈ സ്പാനർ ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ഈ മങ്കി സ്പാനർ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് ആദ്യം കൈ കൊണ്ട് ടൈറ്റായി കൊടുക്കുക. അതിനുശേഷം ഈ വയറ് നേരെ മുകളിലേക്ക് ഇതേപോലെയാണ് നിൽക്കേണ്ടത് കേട്ടോ. വയറ് കറക്റ്റ് മുകളിലേക്കാണ് നിൽക്കേണ്ടത്. സൈഡിലേക്ക് ആയി പോരുത്, ഈ സൈഡിലേക്ക് ആയി പോരുത്. കാരണം ഇത് ഇങ്ങോട്ട് മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ മുറുക്കണം. നന്നായി ടൈറ്റ് ചെയ്യണം, ലൂസാവാൻ പാടില്ല. കാരണം ലൂസായി കഴിഞ്ഞാൽ ചാർജ് കയറുന്നതിലൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നന്നായിട്ട് മുറുകിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നിൽക്കേണ്ടത്, നേരെ മുകളിലേക്ക്. ഇനി ഇതിങ്ങോട്ട് ബെൻഡ് ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ബ്ലാക്ക് വയറും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യാം. കറക്റ്റ് ടൂള് നമ്മളെ കയ്യിൽ വേണം. ഏതെങ്കിലുമൊക്കെ ടൂൾ ഇട്ടിട്ട് നമ്മൾ മുറുക്കി കഴിഞ്ഞാൽ, പ്ലെയറൊക്കെ ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡും അതുപോലെ തന്നെ നെറ്റിൻ്റെ ഷേപ്പൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കത് ഉണ്ടാവുന്ന ഊരി മാറ്റണം എന്ന് തോന്നിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് സ്പാനർ ഇട്ടിട്ട് തന്നെ വേണം ഇത് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഊരി അത് പിന്നെ വീണ്ടും എപ്പോഴെങ്കിലും നമ്മളിത് അഴിച്ചെടുക്കുകയാണെങ്കിൽ അഴിച്ചെടുക്കാനും കറക്റ്റ് സ്പാനർ ഉപയോഗിക്കുക. നമ്മൾ ഈ ടോപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾക്ക് വീട്ടിലൊക്കെ വാസലുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കടയിൽ പോയ ചെറിയ ബാഗ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ബാറ്ററിയുടെ ഈ നോബിനകത്ത് ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം വാസലിൻ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, സ്വല്പം. ഇനി ഈ റെഡ് വയറ് നേരെ ഇങ്ങോട്ട് മടക്കി വെക്കുന്നു, ബ്ലാക്ക് വയറ് നേരെ അങ്ങോട്ട് മടക്കി വെച്ചു. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഭാഗം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, ടോപ്പ് ഇവിടെ മൂടാം. ഇതിൻ്റെ ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ടോപ്പ് മൂടി വെക്കുക. ഇനി ബാറ്ററിയുടെ ബെൽറ്റാണിത്. ബാറ്ററി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കറക്റ്റ് ഇതിലൂടെ എടുക്കുക. അതിനുശേഷം ഈ ഹോളിലൂടെ വലിച്ചതിന് ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞേക്കാണ്. ഇതിനിവിടെ ഒരു ഫ്ലൂറസെൻ്റ് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഫീസ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രീഡം വീൽ ചെയറിൻ്റെ ബാറ്ററി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മളുടെ ബാറ്ററി വീൽ ചെയർ ഏതെങ്കിലും കാരണവശാൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ദൂരം കിട്ടാത്ത പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബാറ്ററിയിൽ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത 2 ഭാഗങ്ങളാണ്. അത് ലൂസായിട്ടുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക് ചാർജ് കയറില്ല. അപ്പോൾ നമുക്ക് വീൽ ചെയറിൻ്റെ ദൂരപരിധി കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് വീൽ ചെയർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പാവുന്ന പ്രശ്നം വരിക, അല്ലെങ്കിൽ ചാർജ് കയറാത്ത പ്രശ്നം വരെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഫിറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെയാണ് വീൽ ചെയറിനകത്ത് നമ്മൾ ബാറ്ററി വെക്കുന്നത്. ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണിത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനും അതുപോലെ തന്നെ ബാറ്ററി തിരിച്ചു വെക്കാനോ കഴിയും. ബാറ്ററി വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് വേണമെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഊരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി വെക്കുന്നത്. ഈ 2 പ്ലഗിനകത്താണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൻ്റെ വയറുകളൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. എവിടെയെങ്കിലും കുടുങ്ങി പോകാൻ പാടില്ല. കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ വയറ് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ നല്ലോണം ഭദ്രമായിട്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെട്ട് ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാപ്പ് എപ്പോഴെങ്കിലും ഊരി പോരുകയാണെങ്കിൽ രണ്ടാമത് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ 2 ബാറ്ററിയും വീൽ ചെയറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാനും കഴിയും. നമ്മളത് ഇവിടെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കാണുന്ന പ്ലഗ്ഗാണ് ബാറ്ററിയും വീൽ ചെയറുമായിട്ട് ഘടിപ്പിക്കുന്ന പ്ലഗ്. അപ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ കാലം വീൽ ചെയർ യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ പ്ലഗ് അൺപ്ലഗ് ചെയ്തിടണം. ബാറ്ററിയുമായി ബന്ധിപ്പിക്കുന്ന 2 പ്ലഗുകളാണ് ഈ വൈറ്റ് നിറത്തിൽ കാണുന്നത്. ഇത് ജോയ്സ്റ്റിക്കിലേക്ക് ബാറ്ററിയിൽ നിന്ന് പവർ പോകുന്നതാണ്. ഇത് ജോയ്സ്റ്റിക്കിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റ് പ്ലഗുകളാണ്. അപ്പോൾ ഇതിലേതിലൊക്കെ പ്ലഗ് ലൂസായി കഴിഞ്ഞാൽ മോട്ടറിൻ്റെ പിന്നെ പ്രവർത്തനത്തിൽ മാറ്റം വരും. ഇതാണ് ചാർജറിൻ്റെ കേബിള്. SLR ടൈപ്പ് ചാർജറാണ് വരിക. ഈ ജോയ്സ്റ്റിക്കിൻ്റെ നിങ്ങൾക്ക് കാണാം 3 ഹോളുകൾ കാണാം. ആ 3 ഹോളുകളിലേക്ക് നമ്മളുടെ ഈ ചാർജർ കയറ്റി വെക്കുക ചെയ്യുന്നത്. ഇതിലൊരു ആരോ മാർക്ക് കാണാം. ആരോ മാർക്ക് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് പ്ലഗ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പവർ ഓണായി കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്കിൻ്റെ സ്വിച്ച് ഓണായി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവും. ചാർജ് ശ്രദ്ധിച്ചിട്ട് വേണം പ്ലഗ് ചെയ്യാൻ. അത് അതിൻ്റെ ദിശ മാറിപ്പോകരുത്. ഈ ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ഈ ആരോ മാർക്ക് കറക്റ്റ് മുകളിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ പിന്ന് ശ്രദ്ധിക്കാം. കറക്റ്റ് ഈ 3 ഹോളിലേക്ക് പിന്നിലുള്ള 3 ഹോള് കറക്റ്റായിട്ട് ചെല്ലണം. അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് ഫിറ്റ് ചെയ്യുന്നതാണിത്. ജോയ്സ്റ്റിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ ടൂളുണ്ട്, അല്ലെങ്കിൽ നെട്ടുണ്ട്. ആ നെറ്റ് ലൂസാക്കിയിട്ടാണ് നമ്മൾ ജോയ്സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 420 വാട്ട്സിൻ്റെ 24 വോൾട്ട് 2 മോട്ടറാണ് ഇതിൽ വരുന്നത്. അത്രയും പവറുള്ളൊരു മോട്ടർ വേറെ വീൽ ചെയറുകൾ കാണാറില്ല. ഈ വീൽ ചെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെറിയ വാഹനത്തിൻ്റെ ഡിക്കിലും നമുക്കിത് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റു ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് നമ്മളൊരു വാഹനത്തിൽ ഇത് യാത്രാവേളകൾ കൊണ്ടുപോകാൻ വേണ്ടി ഡിക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തിരുമ്പോൾ ഇത്ര വലുപ്പമാണ് ഇത് ഉണ്ടാവുക. ഇത് ഏത് ചെറിയ വാഹനത്തിൻ്റെ ഡിക്കിലും കയറും. അത്ര വലുപ്പത്തിലാണിത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബാറ്ററിയും കൂടി ഊരി മാറ്റി കഴിഞ്ഞാൽ വെയിറ്റും നമുക്ക് ഒരാൾക്കെടുത്ത് പൊക്കി വെക്കാവുന്ന രൂപത്തിലേക്ക് മാറി കിട്ടും. വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി.